എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹൃദയത്തിൻ്റെ പൂജയെക്കുറിച്ചാണ്. എനിക്ക് ഈശ്വര കാര്യങ്ങൾ നന്നായി ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പണം തീരെ കുറവ്. തമിഴ്നാട്ടിലെ ശിവഭക്തനായ നയനാർക്ക് വലിയൊരു ശിവക്ഷേത്രം പണിയണമെന്ന ആഗ്രഹമായി. പക്ഷേ സാധാരണക്കാരനായ അദ്ദേഹത്തിന് എങ്ങനെ അത് സാധിക്കാനാകും? തൻ്റെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കി നയനാർ മനസ്സിൽ തന്നെ വിശാലമായൊരു ശിവക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു. അങ്ങനെ നിത്യവും മണിക്കൂറുകളോളം മനസ്സിനകത്ത് ക്ഷേത്രം പണി നടക്കുന്നതായി അദ്ദേഹം ഭാവന ചെയ്തു തുടങ്ങി. മാസങ്ങൾ കഴിഞ്ഞു. നയനാരുടെ മാനസ മന്ദിര നിർമ്മാണം പൂർത്തിയായി. അടുത്ത ശുഭമുഹൂർത്തത്തിൽ കുംഭാഭിഷേകം നടത്താനും തീരുമാനിച്ചു. ഈ സമയം പല്ലവ രാജാവ് കാഞ്ചീപുരത്ത് വലിയൊരു ശിവമന്ദിരം പണി കഴിപ്പിച്ച് കഴിഞ്ഞിരുന്നു. അദ്ദേഹം ആ മന്ദിരത്തിൻ്റെ കുംഭാഭിഷേകം തീരുമാനിച്ചതും അതേ ദിവസം തന്നെയായിരുന്നു. അന്നു രാത്രി പല്ലവ രാജാവ് പരമശിവനെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഭഗവാൻ ഇങ്ങനെ അരുളി: രാജൻ, നിങ്ങളുടെ കുംഭാഭിഷേകം മാറ്റിവെക്കൂ. അന്ന് തിരുനാവൂരിൽ നായനാരുടെ മന്ദിരപൂജയിൽ പങ്കെടുക്കാൻ എനിക്ക് പോകണം. രാജാവ് ഉണർന്നു. അദ്ദേഹം അത്ഭുതപ്പെട്ടു. തൻ്റെ രാജ്യത്ത് താൻ അറിയാതെ ഒരു മന്ദിര നിർമ്മാണമോ? ഉടൻ അന്വേഷണത്തിന് ഉത്തരവായി. ഭടന്മാർക്ക് ആ സ്ഥലത്ത് മന്ദിരം കണ്ടെത്താനായില്ല. പക്ഷേ നായനാരെ കണ്ടെത്തി. അദ്ദേഹം രാജാവിനോട് തൻ്റെ മാനസ മന്ദിര നിർമ്മാണ കഥ വിവരിച്ചു. കഥ കേട്ട് രാജാവ് അത്ഭുത പരതന്ത്രനായി. ബാഹ്യമോടിയോ പ്രൗഢിയോ അല്ല ഭഗവാനെ സ്വാധീനിക്കുന്നത്. നിഷ്കളങ്കമായ ഹൃദയത്തിൻ്റെ പൂജയാണ് ഈശ്വരന് സ്വീകാര്യം. കടപ്പാട് ഓൺലൈൻ. നന്ദി.